യോശുവയുടെ പുസ്തകം 11 അധ്യായം 23 വാക്യം. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും യോശുവ ദേശം മുഴുവനും പിടിച്ചു. യോശുവ അതിനെ ഇസ്രായേലിന് ഗോത്ര വിഭാഗപ്രകാരം ഭാഗിച്ചു കൊടുത്തു. ഇങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു. മോശയുടെ പിൻഗാമിയായ യോശുവ ഏറ്റവും ഫലകരമായ ഒരു ദൗത്യം ചെയ്തു. ആ ദൗത്യം ഇസ്രായേലിന്റെ ഗോത്രങ്ങൾക്ക് പിടിച്ചടക്കിയ ദേശം മുഴുവനും കൃത്യമായി വിഭാഗിച്ചു കൊടുക്കുകയാണ്. ഇന്നത്തെ പോലെ അളവിനും പരിതസ്ഥിതികൾക്കും സംയുക്തമായ യാതൊരു കാര്യങ്ങളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വലിയ ദൗത്യം, ഈ വലിയ വെല്ലുവിളി സ്വമനസാല ഏറ്റെടുത്ത് ചെയ്ത അതുല്യനായ ഒരു വ്യക്തിയാണ് യോശുവ. അദ്ദേഹത്തിന്റെ ദൗത്യം എത്ര ഉന്നതമായിരുന്നു! താനത് സന്തോഷത്തോടെ ചെയ്തു. മടുപ്പോടുകൂടിയോ വെറുപ്പോടുകൂടിയോ അല്ല, തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ് എന്നുള്ള ബോധ്യത്തിലാണ് യോശുവ അത് ചെയ്തത്. അതിന്റെ പരിണിത ഫലമായി ദേശത്തിന് സ്വസ്ഥത വരികയാണ്. യുദ്ധമെല്ലാം തീരുകയാണ്. ഓരോ ഗോത്രത്തിനും അവരവരുടെ പ്രാപ്തിക്കനുസരിച്ച് ദേശം വിഭാഗിച്ചു കൊടുത്ത യോശുവയുടെ അതുല്യമായ ആ കഴിവ് പ്രശംസനീയമാണ്. ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ജോലികളും വിശ്വാസപൂർവ്വം നമുക്കും ചെയ്യാം.